ഹായ് കുക്കു വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം കൂട്ടുകറിയാണ്. ചില സ്ഥലങ്ങളിൽ വറുത്തരിശ്ശേരി എന്ന് പറയും. കൂട്ടുകറി സാധാരണ എലിശ്ശേരിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതിന് കുറച്ച് എരിവ് ജാസ്തിയാണ്, അതുപോലെ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേന്ത്രക്കായ എടുക്കാം, മത്തങ്ങ ചെറിയ കഷ്ണമായിട്ട് എടുക്കാം, ചേന എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുക്കാം. അതൊക്കെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പരിപ്പാണ്, ചനാ ദാലാണ്, കടലപ്പരിപ്പ് നമ്മളിതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കും. ചെറുതായി ഒന്ന് കടിക്കാൻ കിട്ടണം, ആ പരുവത്തിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ചിലർ കടല യൂസ് ചെയ്യും, വെള്ളക്കടല അല്ലെങ്കിൽ കറുത്ത കടലയും യൂസ് ചെയ്യും. കടലയാണ് യൂസ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി വേണം, അതുപോലെ കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം, വെള്ളം വേണം, വെളിച്ചെണ്ണ വേണം. പിന്നെ വറുത്തിടാനായിട്ട് കടുക്, മുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ഒരു ശകലം ജീരകം വേണം. പിന്നെ ഇതുപോലെ ചെറിയൊരു കഷ്ണം ശർക്കര വേണം. ഈ കറിക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു മധുരം ഉണ്ടാവും. എരിവാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുക, എന്നാലും ഒരു ലേശം മധുരം ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഇങ്ങനൊരു പീസ് ശർക്കര വേണം. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇത് ഒരു നാളികേരം ചിരകിയതുണ്ട്, കാരണം നമ്മളിതിലേക്ക് അരച്ച് ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അവസാനം വറുത്ത് ചേർക്കാനും നമുക്ക് തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് തേങ്ങ ചിരകിയത് മുഴുവനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ കുക്കർ വെച്ച് നമ്മൾ കഴുകി കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഇത് വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കഴുകി വെച്ചിരിക്കുന്ന നമ്മളെ കൂട്ടുകറിയുടെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലയാണെങ്കിൽ കടല സെപ്പറേറ്റ് വേവിച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കഷ്ണത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അത് വെവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾ ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കണം. ഒരൊറ്റ പ്രഷറേ ഞാൻ കൊടുക്കണുള്ളൂ. അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട്, കാരണം ഒരുപാട് വെന്ത് പോകാൻ പാടില്ല കഷ്ണങ്ങൾ. ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് എല്ലാം ഒന്ന് പാകമാക്കിയെടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു പ്രഷർ കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ എടുത്തു വെച്ച തേങ്ങയിൽ നിന്ന് ഒരു അരമുറിയോളം തേങ്ങ ചിരകിയത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. വല്ലാണ്ട് ഫൈൻ പേസ്റ്റ് ആവണ്ട, എലിശ്ശേരിക്കൊക്കെ അരയ്ക്കണ പോലെ തന്നെ. അപ്പോൾ ഇവിടെ പ്രഷർ വന്നിട്ടുണ്ട്, ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ അരപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്.
ഈ പാത്രത്തിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് കുറച്ചൊരു എരിവ് ഉണ്ടാവും, ചെറിയൊരു എരിവും അതുപോലെ തന്നെ കുറച്ചൊരു മധുരം കൂടിയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതുപോലൊരു കഷ്ണം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞ് ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിച്ച് ഇതപ്പോൾ കഷ്ണങ്ങളിൽ വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം അരപ്പൊക്കെ ചേർത്ത് നന്നായി വെന്ത് റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് ചേർക്കുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ ഇതിലേക്ക് താളിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് താളിക്കണില്ല. തേങ്ങ വറുക്കണതിന് മുമ്പായിട്ട് താളിച്ചതിന് ശേഷമാണ് തേങ്ങ വറുക്കണത്. അപ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് പൊട്ടിച്ച് അതൊന്ന് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഒരു അരമുറി നാളികേരം ചിരകിയത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് കൈയ്യെടുക്കാതെ തന്നെ വറുത്തെടുക്കണം. കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് വറുത്തെടുക്കണം. അപ്പോൾ നന്നായി വറുത്തെടുക്കണം. നമുക്കിങ്ങനെ കിലുകിലെന്ന് ശബ്ദം കേൾക്കും ഇത് വറുത്ത് പാകമായി വരുമ്പോൾ. അതിവിടെ ഇങ്ങനെ വറുത്തൊരു വിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കഷ്ണത്തിലേക്കും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങ വറുത്തതിലേക്കും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയത് വറുത്ത് ശരിക്കുള്ള വറവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടു കിലുകിലെന്നുള്ള ശബ്ദം ഉണ്ട്. ഇനി ഇതൊന്ന് ചേർത്തിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വറവെല്ലാം ഇതിലേക്ക് ചേർത്തു. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നു. ഇപ്പം നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കൂട്ടുകറി പറയണത്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഈ കൂട്ടുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.